അപ്പോൾ നമ്മുടെ ആഗ്രാപേട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല സ്വീറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി, ആഗ്ര പ്രദേശത്തൊക്കെ ഇത് സാധാരണയായിട്ട് നല്ല ഡിമാൻഡുള്ളൊരു സ്വീറ്റാണത്. ദീപാവലി സ്വീറ്റ്സിലൊക്കെ നല്ല മെയിനായിട്ട് കാണുന്ന ഒരു കൽക്കണ്ടം പോലെ ടേസ്റ്റ് ഉള്ളതാണ്. കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കാന്നുള്ളത് ആർക്കും അറിയില്ല. മൂത്ത് വിളഞ്ഞ കുമ്പളങ്ങ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ആഗ്രാപേട്ട തയ്യാറാക്കാൻ വേണ്ടി നല്ലൊരു കുമ്പളങ്ങ, അതായത് നല്ലോണം മൂത്ത കുമ്പളങ്ങ കണ്ട അങ്ങനെ പൊടി പോലെ വരണ ആ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ കുമ്പളങ്ങത്. അപ്പോൾ നമുക്ക് എൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് ഈ ഒരു മെയിൻ പോർഷനാണ് എടുക്കേണ്ടത്. അത് നമുക്ക് കട്ട് ചെയ്യാം. ശരിക്കും നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു സെൻറ്റർ പോർഷനിൽ വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. നല്ലോണം മൂത്ത കുമ്പളങ്ങ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ മൂത്തുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. ദീപാവലി സ്വീറ്റ്സിലെ മെയിൻ ഘടകമാണത്. നല്ല കൽക്കണ്ടം പോലെ ഇരിക്കുന്നുണ്ടാവും ഈ ആഗ്രാപേട്ട. ഇതൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കുമ്പളങ്ങേരി ഈ സോഫ്റ്റ് പോർഷൻ കളയണം. നല്ല ഹാർഡ് പോർഷൻ മാത്രം എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ തോലിങ്ങനെ ചെത്തിക്കളയണം. നല്ലോണം ആഴത്തിൽ കളയണം. കണ്ട ഇങ്ങനത്തെ ഈ ഞാരുകളൊന്നും പാടില്ല. നല്ല വൈറ്റ് പോർഷനായിരിക്കണം. എന്നാലും നമ്മുടെ ആഗ്രാപേട്ട നല്ല വൈറ്റ് കൽക്കണ്ടം പോലെ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഗ്രീൻ കളറിലുള്ളതൊക്കെ കളയണം. ഇത് ഇങ്ങനെ ഞരമ്പ് പോലെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞ് വൈറ്റ് പോർഷൻ മാത്രം എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ക്ലിയർ ആയിട്ട് എടുക്കണം. തൊണ്ട് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾ ഉപ്പിട്ട് വെയിലത്തിട്ട് ഉണക്കി കൊണ്ടാട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പം എല്ലാ കുമ്പളങ്ങയും നമ്മളിത് ഇതുപോലെ പച്ച കളറൊക്കെ മാറ്റി നല്ല ക്ലിയർ വെള്ളയാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആഗ്രാപേട്ട നല്ല കൽക്കണ്ടം പോലെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ വൈറ്റ് കളറിൽ. ഇത് നമുക്കല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതിപ്പോൾ ഇതിലിവിടെ നോക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു പച്ചപ്പുണ്ട്, അത് നമുക്ക് മാറ്റാം. നല്ല വൈറ്റ് കളറായിരിക്കണം. അതിനിങ്ങനത്തെ ഗ്രീൻ കളറിലെ ഞരമ്പുകളൊക്കെ മാറ്റണം. തോല് നല്ല ആഴത്തിൽ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഓക്കെ. ഇതുപോലെ എടുത്ത് ഇത്തിരി വലിയ കഷ്ണമാക്കാം. നല്ല മൂത്ത കുമ്പളങ്ങയാവാൻ ശ്രദ്ധിക്കണം. ആഗ്രാപേട്ട നല്ല ടേസ്റ്റ് ആവുള്ള. കുമ്പളങ്ങയൊക്കെ അധികം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. കുമ്പളങ്ങയൊക്കെ നമ്മൾ വൈറ്റ് ഭാഗം മാത്രമാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കിലോനോളം ഉണ്ട്. അപ്പോൾ വലിയ കുമ്പളങ്ങയില്ലായിരുന്നു. അപ്പോൾ 2 കിലോനോളം ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഏതെങ്കിലും വെച്ച് ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്നിങ്ങനെ കുത്തി ഒരു ഹോൾസ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ വേണം ഇത് ഇടാനായിട്ട്. കുമ്പളങ്ങയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഹോൾസ് ഉണ്ടാക്കണം. അതിങ്ങനെ എല്ലാ കുമ്പളങ്ങ കഷ്ണം ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇടാം. എല്ലാ കുമ്പളങ്ങയും നമ്മൾ ഹോൾസ് ഇട്ടുണ്ട് കണ്ട ഫോർക്ക് കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ് ഭാഗം മാറ്റിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പോർഷനാണ്. അതുപോലെ തന്നെ തൊലിയും നല്ലോണം താഴ്ത്തി വെട്ടി കളഞ്ഞ് ഗ്രീൻ ഭാഗം ഒന്നുമില്ല കണ്ട കറക്റ്റ് വൈറ്റ് ഭാഗം. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് 1 സ്പൂൺ ചുണ്ണാമ്പ് നമ്മൾ വെള്ളത്തിൽ കലക്കി എല്ലാതും നല്ലോണം അലിയിച്ച് എടുക്കണം. ഒരു മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും ഇതിൽ വെള്ളത്തിലിട്ടിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇട്ട് കഴിഞ്ഞാൽ നേരം വെളുത്തിട്ട് നമുക്ക് ചെയ്യാൻ നല്ല പാകണം. ഇനി നമുക്ക് മുറുക്കി ഹോൾസ് ഉണ്ടാക്കിയ കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതൊരു 12 മണിക്കൂറെങ്കിലും ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5-8 ട്രിപ്പ് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് വേണം പിന്നത്തെ പ്രോസസ്സ് തുടങ്ങാൻ.
അപ്പം എല്ലാ കുമ്പളങ്ങയും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 12 മണിക്കൂറെങ്കിലും വെക്കാം. അപ്പം നൈറ്റ് വെച്ച് നാളെയാണ് ഞാൻ ചെയ്യണത്. ഇത് 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് വെള്ളം തിളച്ച് മറിയട്ടെ, എന്നിട്ട് വേണം കുമ്പളങ്ങ ചേർക്കാൻ. ഇപ്പോൾ 12 മണിക്കൂർ നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കി വെച്ചതിനത് ഇത് നമ്മൾ നല്ലോണം ഇനി കഴുകിയെടുക്കണം. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കി വെച്ചാൽ കാരണം ഇത് നല്ല ഹാർഡായിട്ടുണ്ട്, കണ്ട നല്ല ഉറച്ചു നല്ല സ്റ്റിഫായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം വെള്ളത്തിൽ കഴുകിയെടുക്കാം. അങ്ങനെ കഴുകി എടുത്തിട്ട് വേണം ഒരു 5-8 ട്രിപ്പ് കഴുകിയിട്ട് കൊണ്ടുവരാം. അപ്പോഴാണ് നമ്മുടെ ചുണ്ണാമ്പ് മൊത്തം പോയി കഴുകുമ്പോൾ വെള്ളം നല്ല ക്ലിയർ വെള്ളമായിട്ട് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ കഴുകൽ നിർത്താൻ പാടുള്ളൂ. അപ്പോൾ ഒരു 5-8 വട്ടം കഴുകിയാൽ അത് അങ്ങനെ ആവുള്ളൂ. ഈ വെള്ളത്തിലിട്ട് കഴുകുമ്പോൾ അറിയാൻ കണ്ട ചുണ്ണാമ്പിൻ്റെ അംശങ്ങളൊക്കെ ഈ വെള്ളത്തേക്ക് വരും. അതൊക്കെ പോയി കഴുകുമ്പോൾ വെള്ളം ക്ലിയർ ആയിട്ട് കിട്ടണം. അപ്പോഴാണ് നമ്മുടെ കഴുകൽ നിർത്താൻ പാടുള്ളൂ. അപ്പോൾ ഒരു 5-6 വട്ടമെങ്കിലും മിനിമം വേണം, അല്ലെങ്കിൽ ചുണ്ണാമ്പ് അതിൽ പറ്റി പിടിച്ചിരിക്കും. ചുണ്ണാമ്പ് ചേർത്തത് നമ്മൾ കുമ്പളങ്ങയിലെ കഷ്ണങ്ങൾ സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുണ്ണാമ്പ് ചേർത്തത് തന്നെ. അപ്പോൾ നമ്മൾ 5-8 വട്ടം കഴുകിയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നമ്മുടെ ചുണ്ണാമ്പിൻ്റെ ഒരു അംശം വെള്ളത്തിലില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഊറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, കുമ്പളങ്ങ നല്ല ഹാർഡായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കുന്നതിലേക്ക് ചേർക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ലോണം കഴുകി പാല വെച്ച കുമ്പളങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഇതിൽ കിടന്ന് വേവണം. ഒന്ന് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവട്ടെ. വിറകടുപ്പുമ്പിൽ ചെയ്യണ നല്ലൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം കുമ്പളങ്ങിയുള്ള കാരണം വലിയൊരു പാത്രത്തിൽ വേണം ചെയ്യാനായിട്ട്. അപ്പം നമുക്കത് തീ കത്തിക്കാൻ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇട്ടുള്ളത്. അപ്പോൾ കുമ്പളങ്ങി ഇട്ടിട്ട് ഒന്നൊരു 15 മിനിറ്റ് ഇതിൽ കിടക്കണം. അങ്ങനെ കുമ്പളങ്ങ അഴിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചെടുക്കണം. ഒരു പാത്രത്തിൽ സാധാരണ ഒരു തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ചേന്ന് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തിളച്ചത് കോരി ഈ വെള്ളത്തിലേക്ക് ഇടാം. നല്ല തണവൊന്നും വേണ്ട, സാധാരണ ഒരു തണവ് മതി. ഇത് കുമ്പളങ്ങി ഒന്നൊക്കെ സ്റ്റിഫാവാൻ വേണ്ടിയിട്ടാണ്, വെന്തോ കുഴയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തണുത്ത വെള്ളത്തിലേക്ക് ചേർത്തത്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആദ്യം. ഉരുളി ചൂടായ കാരണമാണ് അങ്ങനെ ശബ്ദം വന്നത്. നേരത്തെ നമ്മൾ കത്തിച്ച് വെച്ചല്ലോ. ഇനി നമുക്ക് 1 കിലോ പഞ്ചസാര ചേർക്കാം. 2 കിലോ കുമ്പളങ്ങിന് അതിനാണ് 1 കിലോ പഞ്ചസാര. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇതാകുമ്പോൾ പാകത്തിന് മധുരമായിട്ട് കിട്ടും. ഇതൊന്ന് ഉരുകി വരട്ടെ. നമ്മുടെ കുമ്പളങ്ങ ഇതിലേക്ക് ചേർക്കാം. അപ്പം നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇട്ടത് നമുക്ക് ഒന്ന് വെള്ളം ഊറ്റാനായിട്ട് ഇതിലേക്ക് ഇടാം. എന്നിട്ട് പഞ്ചസാര ഉരുകി വരുമ്പോൾ നമുക്കിത് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇതിലേക്ക് ചേർക്കാം. ഓരോന്നായിട്ടിടാം. ചൂടുണ്ടാവും, തെറിക്കാണ്ട് ഇങ്ങനെ ഇടണം. ഈ സമയത്ത് നമുക്ക് 2 തുള്ളി റോസ് വാട്ടർ, കുമ്പളങ്ങയുടെ ടേസ്റ്റ് കിട്ടാണ്ടിരിക്കുക 2 തുള്ളിയേ പാടുള്ളൂ. അല്ലെങ്കിൽ അതിന് ഭയങ്കര ഒരു ചോപ്പ് വരും റോസ് വാട്ടറിന്. ചിലർ ഏലക്കപ്പൊടി ചേർത്ത് റോസ് വാട്ടർ ചേർത്താലും എനിക്ക് നന്നായി തോന്നിയില്ല. അതും കൂടി ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്ക് ഇളക്കി നിൽക്കാം. ഇനി ഇളക്കി നിൽക്കണം കേട്ടോ, എല്ലാ ഭാഗത്തേക്ക് എത്തണ്ട. കുമ്പളങ്ങയും പഞ്ചസാരല്ല, അതിനും കൂടി യോജിച്ച് വരണം. വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ട. അപ്പം നമ്മൾ ഈ വെള്ളം വറ്റണ വരെ നമ്മൾ ഇളക്കി നിൽക്കണം. വെള്ളം വറ്റും. അപ്പം ഇനി കാണാം.
അപ്പം നമ്മൾ 1 മണിക്കൂറോളം ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിൻ്റെ കളറൊന്നും മാറിയത്. എന്താ വെച്ചാൽ കുറേ കാലം ഇരിക്കേണ്ടതല്ല. അപ്പം നല്ലോണം വിളയിച്ചെടുത്തു. എന്നിട്ട് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഒരു ഇലയിൽ ചൂടാറാനായിട്ട് വെച്ചത്, ഒറ്റയ്ക്ക് കിട്ടാനായിട്ട്. ഒന്നും തൊടാണ്ട് വേണം ഇടാനായിട്ട്. അപ്പം നമുക്ക് എടുക്കുമ്പോൾ ഒന്നും കിട്ടും. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരുമിച്ചാക്കാം. അപ്പം നല്ല ജ്യൂസിയാണ് ഇത്. നമ്മൾക്ക് ദീപാവലി സ്വീറ്റ്സിൽ കിട്ടണ കൽക്കണ്ടം പോലെയാണ് അതിൻ്റെ ടേസ്റ്റ് നിൽക്കുക. അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സ്വീറ്റാണത്. 6 മാസം വരെ നമ്മൾ ഒരു കേടും കൂടാതെ ഇരിക്കും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.